1974 ഞങ്ങളെ വരുന്ന കാലത്ത് രാമനാട്ടുകരാന്ന് കുറച്ച് ആൾക്കാർ പറയും. പക്ഷെ അധികം ആളും പറഞ്ഞ് കടുങ്ങാഞ്ചിറ എന്നാ. അന്ന് കടുങ്ങാഞ്ചിറ എന്നാണ് അവിടെ സ്ഥലത്തിന് പറയാം. ആ കടുങ്ങാഞ്ചിറ ഇന്നിപ്പോൾ രാമനാട്ടുകാരായത് എന്താ വളർച്ച, രാമനാട്ടൻ്റെ വളർച്ച. അന്നൊക്കെ ഇവിടെ രാമനാട്ടിലെ അങ്ങാടിയിൽ ചൂട്ടിക്കും. എന്തിനാ ചൂട്ടിക്കുന്നത്? ആൾക്ക് പുറത്തേക്കാണ്ട് പോകണമെങ്കിൽ ചൂട്ട് വന്ന് ഇതേ കാണുന്ന ഈ റോഡും സൈഡ് റോഡൊന്നും ഇല്ല, ഒക്കെ കുണ്ടറാച്ചി ഇടയ്യ. ആ ഇടയിലേക്കാണ് ഇവിടെ. പിന്നെ അതുമാത്രമല്ല, പ്രധാന അങ്ങാടി തന്നെ ഇവിടെയാണ്. ഏത് സ്ഥലത്തു നിന്നും ഇവിടെ വന്നൊരു സാധനം വാങ്ങണം, എന്നിട്ട് അങ്ങോട്ട് പോകണം. ഇപ്പം നമ്മൾ പല പ്രദേശത്ത് അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ പീടികൾ, മസാല പീടികൾ കൈ. അന്നതില്ല. അന്ന് രാമനാട്ടിൽ തന്നെ ഒരു ഓട്ടോറിക്ഷയ്ക്ക് ഒരു പ്രധാന സ്ഥാനമുണ്ട് ഇവിടെ. കാരണം ഓട്ടോറിക്ഷ വന്നതിന് ശേഷമാണെന്ന് എൻ്റെ അഭിപ്രായം പറയാനുണ്ടോ, ഓട്ടോറിക്ഷ വന്നതിന് ശേഷമാണ് ഇവിടെ ആകെ മാറിയത്. എല്ലാ വഴിക്കും ഓട്ടോറിക്ഷ പോലും ആൾക്കാർക്ക് വരാനും പോലും ചെറിയ വഴി വരെയൊക്കെ സൗകര്യപ്പെട്ടത് ഓട്ടോറിക്ഷൻ്റെ ഒരു പ്രധാന വർക്ക് തന്നെയാണ്. രാമനാട്ടിൽ നിന്ന് പിന്നെ ബസ് സ്റ്റാൻഡ് വന്ന് പിന്നെ അങ്ങനെ വളർച്ച തന്നെ. പിന്നെ ആൾക്ക് സാധാരണ നമ്മളെ മാതിരി ആൾക്കൊന്നും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി മാറി. ഇന്നിപ്പോൾ വാടകയൊക്കെ ഭയങ്കര വാടകയാണ്. അന്നൊക്കെ ചുരുങ്ങി ആളില്ല. ഹോട്ടൽ സിറ്റി ഇങ്ങനെ കുറച്ച് ഹോട്ടൽ ജിന്ദു, ഇങ്ങനെ കുറച്ച് ഹോട്ടലുകൾ ഉഷ ഒക്കെ ഉള്ളൂ. ഇന്നിപ്പോൾ ഒക്കെ സ്ഥലത്ത് ഈ വരാതിൽ കുറേ കടകൾ. ഇന്നിപ്പോൾ അധികം ആൾക്കാരും വരുന്ന കടകൾ ഈ കടയാണ്. പിന്നെ അതേപോലെ ഡ്രസ്സിൻ്റെ കടകൾ. അന്നൊന്നും ഇങ്ങനെയൊന്നുമില്ല. അന്ന് രാമ ചെട്ടിയാരുടെ കുഞ്ഞൻ ചെട്ടിയാരുടെ ഗണേശൻ്റെ ഗണേശൊന്നും ഇല്ല. ഗണേശൊന്നും ദൈവത്തില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു.